മണ്ണിൽ ആത്മവിശ്വാസം വിതറിയാൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു വനിതാ സംരംഭക. പ്രിയമുള്ളവരെ, ഞാൻ അനീഷ് ബാലചന്ദ്രൻ. AB ഡയറീസ് എന്ന എൻ്റെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തുള്ള പകൽക്കുറിയിലെ ശ്രീ റീജ ചേച്ചിയുടെ കൃഷിയിടത്തിലാണ്. ഹായ്, നമസ്കാരം റീജ ചേച്ചി. നമസ്കാരം. എന്തുണ്ട് ചേച്ചിയുടെ പുതിയ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷങ്ങളാണ്. കാരണം ഒരു മാസം കൂടെ 1.5 മാസം കൂടെ ആകുമ്പോൾ ഓണത്തിലേക്കുള്ള പച്ചക്കറികൾ നമുക്ക് പിന്നെ സപ്ലൈ ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് ഇപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെടുത്തി പൂവനി പുഷ്പകൃഷി എന്നുള്ളത് നമ്മളെ നാട്ടിൽ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം. പൂവനി ബന്ദികൃഷി. കാരണം ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ മറ്റ് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത്. അതെ അതെ. ഇപ്പൊ അതിന് വിപരീതമായി നമ്മൾ തന്നെ ബന്ദി നട്ട് കൃഷിഭവനിൽ നിന്ന് തൈ തരുന്നു. നമ്മൾ ബന്ദി നട്ട് പൂവ് ഓണത്തിന് പറിക്കത്തക്ക ആ ഒരു സ്റ്റേജിലോട്ട് ആക്കി എടുക്കുക. മുട്ട ഇട്ട് തുടങ്ങി തൈയൊക്കെ വെച്ച് അതിന്റെ കൂടെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ പയറ് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്തത് പാവല്, മത്തൻ, വെള്ളരി, വെണ്ട, കുക്കുംബർ, കോവല്, വെണ്ട, ഇതെല്ലാം പയറ്, മുളക്, അങ്ങനെ എല്ലാം. കാരണം ഓണത്തിലേക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഇവിടുന്ന് നമുക്ക് ജൈവ രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് ആത്മാർത്ഥമായിട്ട് 2 മാസം കൊണ്ട് ഞാൻ കഠിന പ്രയത്നത്തിലാണ്. പ്രതികൂലമാണെങ്കിൽ എന്താ നോക്ക് എനിക്കുള്ള പയറ്. കാരണം ആ ഭയങ്കര മഴ നമ്മളിവിടെ ജൂലൈ മാസത്തിൽ തുടങ്ങിയ ആ സമയത്താണ് ആ പയറ് നട്ടത്, പാവിയത്. ഇന്നതാ അത് പൂത്ത് അതിന്റെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ദൃശ്യത്തിലോട്ടാണ് അതിങ്ങനെ ശരിയായി. ചേച്ചിയുടെ സന്തോഷം, വളരെ അഭിമാനം തോന്നുന്നു. കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതൊക്കെ ചെയ്തെടുക്കുക വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ബന്ദ് കൃഷി. അപ്പോൾ നമ്മുടെ പുഷ്പകൃഷിയൊക്കെ അധികം ആരും ചെയ്യാത്തൊരു മേഖലയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഓണത്തിന് ഇനി നമുക്ക് അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രദേശവാസികൾക്ക് നമ്മുടെ റീജ ചേച്ചിയുടെ കയ്യിൽ നിന്നും ബന്ദിപ്പൂ വാങ്ങാം. ഒത്തിരി കലാകായിക പരിപാടികൾക്ക് നമുക്ക് ബന്ദിപ്പൂവൊക്കെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടൂല. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ വെണ്ട കൃഷിയാണ്. വെണ്ട കൃഷിക്കുള്ള പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ വീഡിയോയും ഒരുമിച്ച് നടക്കുവാണ്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ? ഇത് വെണ്ട കൃഷി ഞാനിത് നിറച്ച് ചീര ഇട്ടിരുന്നതാണ്. നല്ല ഒന്നാന്തരം ഒരു ചീരപ്പാട് വരുന്നത്. അപ്പം ഈ മഴ സമയത്ത് ചീര നമുക്ക് പണി തന്നു തുടങ്ങി. അപ്പം നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഇവിടെ ചെയ്യണമല്ലോ. അങ്ങനെ കിളച്ച് ഞാൻ ഇപ്പം വെണ്ട വിത്ത് ട്രെയിൽ പാവി 250 വെണ്ട തൈയുണ്ട്. അതിപ്പോ നട്ടിരിക്കുകയാണ്. മേല് ഞാൻ കുറച്ച് സ്ഥലത്ത് ഒരു 19 എണ്ണം വച്ചിട്ടുണ്ട്. അത് വിജയമാണ്. ഇതും വിജയമായി വരും. കാരണം 3 ദിവസം ആയതേ ഉള്ളൂ അവർ എണീച്ച് നിന്ന് തുടങ്ങി. ഡയറക്റ്റ് അല്ല, ട്രെയിൽ പാവിയതിനു ശേഷം ആ വേര് പോവാതെ പിടിച്ച് നട്ടത് കൊണ്ടാണ് ഇത് വാടാതെ നിൽക്കുന്നത്. കാരണം നല്ല രീതിയിൽ വരുമെന്നാണ് എന്റെ വിശ്വാസം. അത് വരണം. ഓണത്തിന് നല്ലതാണ്. അതുപോലെ റിയ ചേച്ചി, നമ്മൾ പലരും പരാജയപ്പെട്ട ഒരു മേഖലയാണ് ഈ മുട്ടക്കോഴി വളർത്തൽ എന്ന് പറയുന്നത്. എനിക്കൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പലരും പറഞ്ഞത്. പക്ഷേ ചേച്ചി എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൊണ്ട് ഞാനിത് കാണുന്നുണ്ട്. മുട്ടകൾ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട്.
അപ്പോൾ എന്താണ് അതിന്റെ ഒരു മുട്ടക്കോഴി വളർത്തല് ഈ പരാജയം എന്ന് പറയുന്നത് കാരണം ഇത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളി എന്ന് വെച്ചാൽ ആദ്യം ഒരു 3-4 വർഷം ഞാൻ പെട്ടുപോയി. കാരണം ഇതിന്റെ വേസ്റ്റ് ഇങ്ങനെ മാനേജ് ചെയ്യും, ഇതെന്ത് ചെയ്യും, സ്മെല്ലാവുന്നുണ്ട്, ഈച്ച വരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്യൂ നടന്ന് പഞ്ചായത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അവിടെ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി വന്നു. കാരണം ഈച്ച വന്നപ്പോൾ ഇതിൽ നിന്നാണ് ഉണ്ടായതെന്ന് തന്നെ ഒരു സ്മെല്ലും വന്നപ്പോൾ. അപ്പം അതിന് ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചതിന് ശേഷം കോസ്റ്റ്ലിയാണ്. അതായത് ഈ ഇപ്പോൾ 2 ഷെഡ് കെട്ടിയത് തന്നെ എനിക്ക് 80,000 രൂപയാണ്. ഈ കോഴിവളം ഞാൻ അത് ഒരു ഷെഡ് കെട്ടിയിട്ട് അതിനകത്തോട്ട് ഈ കോഴിവളം ഷെയർ ചെയ്തിട്ട് ഫില്ല് ചെയ്തപ്പോൾ ആ സ്മെല്ല് മാറി, അത് പൊടിഞ്ഞ് നല്ല ഒന്നാന്തരം വളമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഈ കോഴിവളം മാനേജ് ചെയ്യാൻ പഠിച്ച് പിന്നെ ഈ നഷ്ടങ്ങൾ ഒരുപാട് വരും. കാരണം പലിശയ്ക്ക് കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. പക്ഷേ കൃഷിയും അനുബന്ധ മേഖലകളും നമുക്ക് കിട്ടുമ്പം കിട്ടും. പിന്നെ നഷ്ടം നമ്മൾ സഹിച്ചെങ്കിലേ പറ്റുള്ളൂ. ചെറിയ നഷ്ടം നല്ല ലാഭവും വരും. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കാരണം പൈസ ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എത്ര ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാരെ കളിയാക്കുമായിരിക്കും. എങ്കിലും ഞാൻ പറയാതിരിക്കും. കാരണം ഈ കോഴിയുടെ അടുക്ക വന്ന് ഭാഷകളുണ്ട്. നമ്മൾ മുട്ട പറക്കാൻ വരുമ്പോൾ കണ്ട വേറൊരു സംസാരമാണ്. സംസാരിക്കാം, അമ്മക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് തീറ്റയ്ക്ക് ഭയങ്കര വിളിയാ, ക്രാ 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 എന്ന് പറഞ്ഞു വിളിക്കും. അതേസമയം ഒരു കാക്ക പറന്നു പോയാൽ ഇവരെല്ലാരും കൂടെ പറന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ഒരെണ്ണം ചിലക്കാക്കൂല, വേറൊരു കിളി ഇവിടെ ചിലക്കാക്കൂല. പട്ടി വരുമ്പോൾ വേറൊരു സൗണ്ട്, കീരി വരുമ്പോൾ വേറൊരു സൗണ്ട്. അപ്പൊ ഈ സൗണ്ടുകളെല്ലാം നമ്മളും പഠിച്ചു കഴിയും. പ്രകൃതിയോടും ജീവജാലങ്ങളോടൊക്കെ ഇടപെട്ട് നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഭാഷയുണ്ട്. നല്ല രസം അതൊക്കെ. കാരണം അതാണ് പറയുന്നത്, നമ്മൾ കൃഷി അനുബന്ധ മേഖലകളും വരുമ്പോൾ നമ്മളെ ദുഃഖങ്ങൾ മറക്കാനുള്ള നമ്മളൊരു ഹാപ്പി ആയിട്ട് നമുക്ക് ദുഃഖങ്ങൾ ഒരുപാട് വരുമായിരിക്കും. ഈ മേഖലയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും നമുക്ക് സങ്കടം വരും, നമുക്ക് കളഞ്ഞിട്ട് പോകാൻ തോന്നും. പക്ഷെ ഈ ഒരു അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം മറ്റുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റിയ ഒരു നമ്മൾ ഓടി വന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ കയ്യിലൊരു കൊത്തു കിട്ടും. ഞാൻ തലയ്ക്ക് ഒരു അടി കൊടുക്കും, ഇതിനടി നീ എന്നെ കൊത്തിയെന്ന് ചോദിക്കും. അപ്പൊ അവര് നമ്മൾ പാട്ട് പാടുമ്പോൾ അതിലോട്ടൊന്ന് ശ്രദ്ധിക്കും, നമ്മൾ വേറൊരു സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ അതിലോട്ട് അവർ ശ്രദ്ധിക്കും. പക്ഷെ എല്ലാവർക്കും ഇതൊന്നും തോന്നൂല. ഈ പൈസ മാത്രം ലാഭം മാത്രം നോക്കുന്നു. ഒരു മുട്ട കണ്ട, ഒരു മുട്ട അവര് കൊത്തി കുടിക്കും. ചിലപ്പോൾ ഒരു മുട്ട അവര് കൊത്തി കുടിക്കും. അത് അവര് അവകാശം കൊടുക്കണം അവർക്ക്. എല്ലാം നമുക്ക് അവരെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതെ അതെ അതെ. ഈ ചെടി എന്ന് പറഞ്ഞാലേ ഇത് ഒരു ചെടി മൊത്തത്തിൽ നമ്മൾ തൈ വെച്ച് നട്ടതല്ല. കാരണം ഇതുപോലെ കണ്ട പൊടിച്ച് നിന്നേന്ന് ഒരു കൊണ്ട ഞാൻ ഇതുകൊണ്ട് പോലെ നട്ട് കണ്ട, ഇതിലെല്ലാത്തിനും നട്ടിട്ടുണ്ട്. അതെല്ലാം ഈ ഒരാഴ്ചക്കകം പൂത്തു. കണ്ട ഇത് കണ്ട, ഇതും കണ്ട, അതിന്റെ ഒരു കൊണ്ട കൊണ്ടൊന്നും നട്ടതേ ഉള്ളൂ. അതിന്റെ മണ്ട ഭാഗം ഇങ്ങനെ നുള്ളി വെച്ചതാണ്. കണ്ട പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. കാരണം പച്ചക്കറി മാത്രമല്ല, നമുക്ക് ചെടിയിലും 10 മണി കണ്ട നിറഞ്ഞു നിൽക്കുന്നത്. ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ ഈ ചെടിയെ കുറിച്ച് പറയുമ്പോ തന്നെ ചേച്ചിക്ക് 100, ചെടിയെ കുറിച്ചല്ല കൃഷിയെ കുറിച്ച് പറയുമ്പോ ചേച്ചിക്ക് 100 ഒരു തണ്ട് ഞാൻ കൊണ്ടുവച്ചതാ. കണ്ട നോൺ സ്റ്റോപ്പ് ആണ് ചേച്ചി കൃഷിയെ കുറിച്ച് പറയാൻ. കണ്ട ഒരു തണ്ട് നോക്കിയാൽ തേനീച്ച ഇഷ്ടം പോലെ തേനീച്ച ഉണ്ടാവും. ഇഷ്ടം പോലെ സന്തോഷം ചേച്ചി കിട്ടുന്നുണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പറയുന്ന അസോളയാണ്. കാരണം ഇത് പശുവിന്, ആടിന്, കോഴിക്ക് എല്ലാം കൊടുക്കാൻ നല്ല ഒന്നാന്തര സസ്യാഹാരമാണ്. കാലികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോഷക സമൃദ്ധമായ ആഹാരമാണ്. അതിന്റെ കൂടെ ഗപ്പി വളർത്തല്, നല്ല ഭംഗിയുള്ള ഗപ്പി. അതെ അതെ, സാരി ഗപ്പി അല്ലേ. ഇഷ്ടം പോലെ എല്ലാവരും വീടുകളിൽ ഒരു ചെറിയൊരു റിങ്ങെങ്കിലും വെച്ച് ഗപ്പി വളർത്തണം. കാരണം എന്ന് പറയുമ്പോൾ പകർച്ചയായി കൊതുക് പെരുവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, കാരണം ഇതിനെ നമ്മൾ പണ്ടത്തെ ഒരു ആവാസ വ്യവസ്ഥ ഇതിലുണ്ടാവുകയാണ്. ഇത് കണ്ട പായൽ, ഇത് കണ്ട അവര് സന്തോഷമായിട്ടാണ് ഇതിനകത്ത് കഴിയുന്നത്. ഈ അസോളയും കൂടെ ആകുമ്പോൾ അസോള അവര് കഴിക്കും. അവർക്ക് ഒരു ആഹാരം കൂടിയാണ് ഈ അസോള. അവർക്ക് വേറെ ഫുഡ് കൊടുക്കേണ്ട ജോലിയുടെ ടെൻഷൻ മാത്രമേ എന്തായാലും വരൂ. കാരണം അല്ലാത്ത ഒരു സമാധാനം ഇതിനെ കണ്ടിങ്ങനെ. അതെ അതെ അതെ, കൂടെ കൂടെ ഒന്ന് നോക്കും ഞാൻ. ഈ ജോലി കണ്ട, ഇത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. കാരണം ഇവർക്ക് വേറെ ആഹാരം, ഫിഷ് ഫുഡ് നമ്മൾ വേണ്ട. അപ്പോൾ ചേച്ചിയുടെ അടുത്ത മഴമറ കൃഷിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്.
പരിസരവാസികളൊക്കെ ഇവിടെ നിന്നാണ് മുട്ട മേടിക്കുന്നത്. എല്ലാരും ഇവിടുന്നാ മേടിക്കുന്നത്. മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല പോഷക സമൃദ്ധമായ അല്ലേ അയൽവക്കക്കാർക്കെല്ലാം നല്ല ഇതൊക്കെ കഴിച്ച് നിൽക്കുക. നമ്മൾ ഒത്തിരി ദൂരെയൊക്കെ പോയാണ് മേടിക്കുന്നത്. നമ്മള് ഇവിടെ നിന്ന് തന്നെ മേടിച്ചോണ്ടിരിക്കും. എല്ലാ പച്ചക്കറി എല്ലാം പച്ചക്കറി എല്ലാം മേടിക്കുന്നത്. വിശ്വസിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് മേടിച്ചു കൊടുക്കുക അല്ലേ. പയറ്, ചീര, കോവയ്ക്ക, അതാണ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ചേച്ചി ഒരു കൃഷി ഇത്രയും ഇത് ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്നവർക്കൊക്കെ എന്ത് ഉപയോഗമാണല്ലേ. യാത്ര ചെയ്യാതെ ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ പരിസരവാസികൾ എല്ലാവരും അല്ലെങ്കിൽ മേടിക്കുന്നത് ഇവിടുന്ന് തന്നെ. ഇത് കണ്ട കറ്റാർ വാഴയാണ്. ഞാൻ ഒരു തണ്ട് 25 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. ഇതുകൊണ്ട് എന്ത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ഇരിക്കുന്നുണ്ട്. എന്തൊരു മാംസം. ചിലർ പറയും അവർ കൊണ്ടുവന്ന് നടുന്ന കറ്റാർ വാഴയ്ക്ക് മാംസം ഇല്ലെന്ന്. ഇത് കണ്ട നല്ല മാംസമുള്ള കറ്റാർ വാഴയാണ്. ഇപ്പോഴും ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സംയുക്ത കർഷകയാണ്. ഒത്തിരി കൃഷികളുണ്ട്. നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്ത് ശാസ്ത്രീയമായി ജൈവ കൃഷി ചെയ്യുന്ന ഒരു വനിതാ സംരംഭകയാണ്. ഇപ്പോൾ ചേച്ചി അംഗീകരിക്കപ്പെടേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അങ്ങനെ വല്ല അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വല്ലതും ചേച്ചി തേടി കിട്ടിയിട്ടുണ്ട്. 2022 സംരംഭക വർഷമാണ്. 2022 ആ സംരംഭക വർഷമാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് കിളിമാന ബ്ലോക്കിലെ സംരംഭകയ്ക്കുള്ള അവാർഡ് മികച്ച വനിതാ അവാർഡ് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ മികച്ച പള്ളിക്ക പഞ്ചായത്തിലെ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടി. ഇനി എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന പിന്നെ എന്താണ് അത് അത്യാർത്ഥിയായിരിക്കും എങ്കിലും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനത് ആദ്യത്തെ പടിയായിട്ട് ഞാൻ സ്റ്റേറ്റ് അവാർഡിന് ഇപ്പം അപേക്ഷിച്ച് കഴിഞ്ഞ് കിട്ടില്ലെന്ന് അറിയുന്ന വേറൊന്നും കൊണ്ടല്ല, കാരണം ഏക്കർ കണക്കിന് കൃഷിയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ജൈവ പച്ചക്കറിയാണ്. ഞാൻ തന്നെ വളമുണ്ടാക്കി, ഞാൻ തന്നെ ജൈവ കീടനാശിനി ഉണ്ടാക്കി, ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അത് അവിടുന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എല്ലാരും വന്ന് ഞാൻ അറിയാതെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അവരിവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ AB ഡയറീസിൻ്റെ മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.